നമസ്കാരം. എൻ്റെ പേര് അനവദ്യ പി. ഉർസുലൈൻ പബ്ലിക് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കൊച്ചേട്ടൻ്റെ കത്ത്. വെസീഞ്ഞോ പരിഹാസം പായസമാക്കാം. പ്രിയ DCL കൂട്ടുകാരെ, അർജന്റീനയും കേപ്പ് വെർദെയും തമ്മിലുള്ള ആവേശ പോരാട്ടം അന്ത്യത്തോടടുക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. ജനകോടികളുടെ രോമാഞ്ചമായ കാൽപന്തു കളിയും മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകളാണ് കരിങ്കൽ ഭിത്തിയിലിടിച്ച് തെറിക്കുന്നത് പോലെ ഗോൾ മുഖത്തിൻ്റെ നാനാവശങ്ങളിലേക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ചു കടന്നു കൂടുമ്പോൾ തൻ്റെ ഏറ്റവും കൂടുതൽ ബോളുകൾ തടഞ്ഞു തെറിപ്പിച്ച് ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകിയ ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്നു കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള തൻ്റെ കൊച്ചു രാജ്യത്തിൻ്റെ വിലാസം ആകാശത്തോളം ഉയർത്തി കളിക്കളത്തിലെ ആ കാരണവരുടെ പേര് ജോസ്മെൻ ജോസെ ഏവ്രോ ഡൈസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന കുഞ്ഞു മുത്തശ്ശി എന്ന അർത്ഥം വരുന്ന വെസീഞ്ഞോ എന്ന ഓമന പേരിലാണ്. 1986 ജൂൺ 3 കേപ്പ് വെർദെ രാജ്യത്തിലെ സാവോ വിസെന്റ് ദ്വീപിൽ അതിദരിദ്രനായി ജനിച്ച വെസീഞ്ഞോയാണ്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോയതിനാൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയതിൻ്റെ പേരിൽ കുഞ്ഞു മുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഔദ്യോഗിക പേരാക്കി മാറ്റിയ വെസീഞ്ഞോയാണിത്. ഫുട്ബോൾ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം കളിക്കളം കിടപ്പാടമായെങ്കിലും ഉയരം കുറവ് മൂലം പരിശീലകർ പരിഹസിച്ച് വെസീഞ്ഞോയാണിത്. കാൽപന്ത് കളിയുടെ വൈഭവം പാദങ്ങളിൽ തുടുത്തുടുത്തപ്പോഴും ഉപജീവനത്തിനായി ബസ് ഡ്രൈവറായും ഇലക്ട്രീഷ്യനായും കൂലിപ്പണിയെടുത്തും വെസീഞ്ഞോയാണിത്. എന്നാൽ 20ാം വയസ്സിൽ മുന്നേ തന്നെ 6.3 അടി ഉയരം നേടി അങ്കോള, മൾഡോവ, സൈപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളെ ടീമുകളുമായി കളിച്ചു ജയിച്ചു. 2026 ഫിഫ ലോകകപ്പിൻ്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ വെസീഞ്ഞോയാണിത്. പ്രിയ കൂട്ടുകാരെ, വെസീഞ്ഞോ എന്ന കാൽപന്തു കളിക്കാരൻ തൻ്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞത് മെസ്സി ഉൾപ്പെടെയുള്ള ലോക താരങ്ങളുടെ ചാട്ടുള്ളി പന്തുകളായിരുന്നോ? അല്ല. കളിക്കളത്തിൽ അയാൾ സാഗൂതം സശ്രദ്ധം ഗോൾ മുഖത്ത് മിഴിപൂട്ടാതെ നിന്ന് നാനാവശങ്ങളിൽ നിന്നും പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തൻ്റെ നേരെ പലതും വലിച്ചെറിഞ്ഞ് പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും ആരോപണങ്ങളെ തട്ടിമാറ്റിയിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിൽ കുള്ളൻ വിളികളെ അയാൾ തെറ്റിത്തെറിപ്പിച്ചു. പൊക്കക്കുറവിൻ്റെ കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയെയും ദൈവത്തെ പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞി മുത്തശ്ശി എന്ന പരിഹാസ പേരുകൾക്കുണ്ടായ തൻ്റെ ജീവിത മധുര പായസമുണ്ടാക്കി. തന്നെ തളർത്താൻ പരാജയപ്പെടുത്താനുമായി അരികിലുള്ളവർ വലിച്ചെറിഞ്ഞ ആക്ഷേപങ്ങൾ അയാൾ തൻ്റെ പ്രതിരോധ ശേഷിയുടെ അഹങ്കാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്തു നിന്ന് ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഗാലറികളിൽ ഇരുന്ന് കമൻ്റ് അടിക്കുന്നവർ മെയ്യനക്കി കളിക്കുന്നവരല്ല, വെറും കാണികൾ മാത്രമാണെന്നോർക്കുക. നിങ്ങളുടെ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേയുള്ളൂ എന്നറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.